അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏത് പാഠം? അസ്തിഖായി എന്നുള്ള പാഠം നമ്മൾ വിശദമായിട്ട് ക്ലാസ് എടുത്തല്ലോ. അപ്പോൾ അതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അനിശ്ചിതകൾ നമുക്കൊന്ന് നോക്കാം. അനിശ്ചിതകൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ സൂചനകളൊക്കെ ഇവിടുന്ന് പറഞ്ഞു തരട്ടെ ഉസ്താദ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കിൽ ഇതിന് ഉത്തരങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ നക്തഷിഫിൽ ജം അൽ മുഫ്രദി വ മുഫ്രദ് അൽ ജം ഇ എന്നാണ്. ജമ്മായ പദങ്ങളുടെ മുഫ്രദ് എഴുതുക, മുഫ്രദായ പദങ്ങളുടെ ജമ്മും എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം റുഫഖ എന്നുള്ളത് ഇവിടെ ജം ആണ്. അപ്പോൾ അതിൻ്റെ മുഫ്രദായ പദം എന്താണ്? റഫീഖ്. റഫീഖുൻ ജമ്മ് റുഫഖ. ഓക്കെ. ഹബീബ് ജമ്മ് അഹിബ. ഹബീബ് പറഞ്ഞാലും റഫീഖ് എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്? സുഹൃത്ത്, സഹോദരൻ എന്നൊക്കെ അർത്ഥത്തിനേക്കാണ്. ദക്കി. ദക്കി പറഞ്ഞാൽ ബുദ്ധിമാൻ, അതിൻ്റെ ജമ്മ് അദ്കിയ. അദ്കിയ കേട്ടോ. ഉമ്മഹാത്ത്. ദക്കി പറഞ്ഞാൽ ബുദ്ധിമാൻ. ഉമ്മഹാത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മമാറില്ലേ. അപ്പോൾ അതിൻ്റെ മുഫ്രദായ പദം എന്താണ്? ഉമ്മുൻ. ഉമ്മുൻ ജമ്മാണ് ഉമ്മഹാത്ത്. പിന്നെ നുജബ എന്നുള്ളത് ജമ്മാണ്, അതിൻ്റെ മുഫ്രദ് നജീബ്. അപ്പോൾ നജീബുൻ ജമ്മ് നുജബ. അടുത്തത് റിസാല. റിസാലത്ത് പറഞ്ഞാൽ കത്ത്. അപ്പോൾ അതിൻ്റെ ജമ്മായ പദം എന്താണ്? റസായിൽ. റിസാലത്തുൻ ജമ്മ് റസായിൽ. ഷെറ്. ഷെറ് എന്ന് പറഞ്ഞാൽ ചീത്ത വ്യക്തി എന്നർത്ഥം, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ജമ്മ് അഷറാർ എന്നാണ് കേട്ടോ. അഷറാർ. തിൽമീദ് അതിൻ്റെ ജമ്മ് തലാമീദ്. ഓക്കെ, തലാമീദ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. ജമ്മു മുഫ്രദും കാര്യങ്ങളും അർത്ഥം അറിയാത്തുണ്ടെങ്കിൽ അർത്ഥം എഴുതി വെക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ. ഇനി രണ്ടാമത്തെ നിങ്ങൾ ചെയ്യുക. രണ്ടാമത്തത് നസിലു നമ്മൾ ചേർക്കുന്നു ബൈനൽ കെലിമത്തി ഈ പദങ്ങൾക്കിടയിലും വദിദ്ദിഹാദിൻ്റെ വിപരീത പദങ്ങളും പരസ്പരം നമ്മൾ ചേർത്ത് എഴുതുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോന്നിൻ്റെ അർത്ഥം പറയുക. അപ്പോൾ നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കി എഴുതട്ടോ. മസ്റൂർ എന്ന് പറഞ്ഞാൽ സന്തോഷം. സന്തോഷമാക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ സന്തോഷവാൻ എന്നർത്ഥം. പിന്നെ അടുത്തത് റസബ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുക. റഹീസ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞത് എന്നൊക്കെ തിരിക്കുക. റഹീസ് സമൻ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞത്. അപ്പോൾ ഒരു താന്ന ഐറ്റം എന്നർത്ഥത്തിനിക്ക് വില കുറഞ്ഞ, മൂല്യം കുറഞ്ഞത് എന്നർത്ഥം റഹീസ്. മുജ്തഹിദുൻ എന്ന് പറഞ്ഞാൽ പരിശ്രമശാലി. ഓക്കെ. പിന്നെ റദി. റദി എന്ന് പറഞ്ഞാൽ ചീത്ത എന്നർത്ഥം. ചീത്ത എന്നുണ്ടോ? റദീൻ്റെ അർത്ഥം ചീത്ത എന്നുള്ളത് മോശമായത് എന്നർത്ഥം. റഹീസ് പറഞ്ഞാൽ വില കുറഞ്ഞത് എന്നുള്ള അങ്ങനത്തെ ഒരു താന്ന ഐറ്റം എന്നർത്ഥത്തിനിക്കാണ്. റദി പറഞ്ഞാൽ വളരെ മോശമായത്, ചീത്തയായത് എന്നൊക്കെ അർത്ഥം. ഇനി ഇപ്പുറത്ത് കുറച്ച് പദങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ലിദ്ദുകൾ, ഇതിന് യോജിച്ച ലിദ്ദുകൾ ചേർത്ത് എഴുതാനാണ് കേട്ടോ. അപ്പോൾ ജയ്യിദ് എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പോൾ അതിന് യോജിച്ച അപ്പുറത്തുണ്ട് ചീത്ത എന്നുള്ള പദം. അതുപോലെ തന്നെ കസ്ലാൻ. മുജ്തഹിദ് പറഞ്ഞാൽ പരിശ്രമശാലിയായിരുന്നു. അപ്പോൾ കസ്ലാൻ എന്ന് പറഞ്ഞാൽ മടിയൻ. അപ്പോൾ മടിയൻ നേരെ ഓപ്പോസിറ്റായ പദം അവിടെ ഉണ്ടല്ലോ, അത് എഴുതുക. അടുത്തത് മഹ്സൂൻ ദുഃഖിതൻ. അപ്പോൾ അതിനും നല്ല വിപരീത പദം അപ്പുറത്തുണ്ടല്ലോ, അപ്പോൾ അതും എഴുതുക. പിന്നെ നജഹ എന്നാൽ വിജയിക്കുക. അപ്പുറത്ത് അതിൻ്റെ വിപരീത പദമുണ്ട്, പരാജയപ്പെടുക എന്നുള്ളതുണ്ട്. അല്ലിൻ എന്ന് പറഞ്ഞാൽ വില കൂടിയത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വില കുറഞ്ഞത് അപ്പുറത്തുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പരസ്പരം എഴുതട്ടോ. ഇനി അടുത്തത് നുജീബു നമ്മൾ ഉത്തരം പറയുന്നു. മാതാ താരിഫൻ ഉമർ. ഉമറിനെ കുറിച്ച് എനിക്ക് എന്താണ് അറിയാമെന്നർത്ഥം. മാതാ താരിഫ് നീ എന്താണ് മനസ്സിലാക്കിയത്? ഉമറ ഉമറിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? അപ്പം എങ്ങനെ ഇതാ? ആരിഫു അനിൽ ഉമറി അൻ ഉമറ. എന്ത്? ഉമറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അന്നഹു വലദുൻ കബീറു. നമ്മളെ പുസ്തകത്തിലുണ്ടല്ലോ, അന്നഹു വലദുൻ കബീറുൻ നഫ്സി ലാ യഖ്ബ ഉമറു ഫവലദുൻ യതീമുൻ യസ്കുനു ഫി ഹയ്യ്. ആര ഹയ്യിൽ? ഇവരെ ഹയ്യിൽ. ആരൊക്കെയുള്ള? ഹസനും ഖാസിമും ഉമറൊക്കെയുള്ള ഹയ്യിലാണ് ജീവിക്കുന്നത്. ഉമ്മു ഉമർ അജൂസുൻ തക്തസിബു ബിൽ ഖിയാത വ തുൻഫിഖു അലാ വലദിഹ. എന്നിട്ട് എന്ത് ചെയ്താൽ അന്നഹു വ അയ്ളൻ ഹുവ വലദുൻ കബീറുൻ നഫ്സി ലാ യഖ്ബലു മിൻഹാ ഷൈഅൻ സിയാബുഹു റഖീസത്തുൻ വലകിന്നഹാ ദായിമൻ നളീഫ യുഹിബ്ബുഹു ജമീഉൽ മുഅല്ലിമീന ലിസലാഹിഹി വഅദബിഹി വജ്തിഹാദിഹി വമുവാലബതിഹി വലം യർസുബ് ഫിൽ ഇംതിഹാനി ഇല്ലാ മറത്തൻ വഹസന കസീറൻ. അപ്പോൾ ഉമറിനെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് അതൊക്കെ എഴുതട്ടോ. ഉമറിനെ പറ്റി, ഉമറിൻ്റെ സാഹചര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ തുടങ്ങൽ എങ്ങനെയാണ്? അറഫ്തു അല്ലെങ്കിൽ ആരിഫു ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അറഫ്തു ഞാൻ മനസ്സിലാക്കി അൻ ഉമറ ഉമറിനെ കുറിച്ച്, അന്നഹു വലദുൻ എന്ന് തുടങ്ങിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്, ഉമറിനെ കുറിച്ച് മനസ്സിലായത് എഴുതട്ടോ. രണ്ടാമത്തത്
ലിമ അറാദ ഉമറു അയ്യത്തുറുക്ക അയ്യത്തുറുക്കൽ മദ്രസ, എന്തുകൊണ്ടാണ് ഉമർ സ്കൂൾ നിർത്താൻ ഉദ്ദേശിച്ചത്, സ്കൂളിനെ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്? നമുക്കറിയാലോ എന്ത്, ലമ്മ റസബ. ഓക്കെ, ലമ്മ റസബ അറാദ ഉമർ അയ്യത്തുറുക്കൽ മദ്രസ, അത്ര എഴുതിയാൽ മതി. ഓക്കെ. കൈഫ കിതാബത്ത് മുഹമ്മദിൻ്റെ കിതാബത്ത് എങ്ങനത്തെ കിതാബത്താണെന്നാണ്. അപ്പോൾ എങ്ങനെ എഴുതുക? കിതാബത്ത് മുഹമ്മദിൻ ജയ്യിദുൽ ഖത്തി എന്ന് എഴുതിയാൽ പോലെ വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൽ മതി. മൻ തഖ്താറുഹു അൻത ലിസ്സദാഖ, ഇതൊരു ചോദ്യമാണ് കേട്ടോ, നല്ലൊരു ചോദ്യമാണ്. മൻ ആരെയാണ് തഖ്താറുഹു നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അൻത നീ തിരഞ്ഞെടുക്കുന്നത്, ലിസ്സദാഖത്തി നീ സൗഹൃദം സ്ഥാപിക്കാൻ ഇവരിൽ ആരെ തിരഞ്ഞെടുക്കും, അതിൻ്റെ കാരണം എഴുതണം. അപ്പോൾ നിങ്ങൾ ഹസനെയാണോ തിരഞ്ഞെടുക്കുന്നത്, ഖാസിമിനെയാണോ, ഉമറിനെയാണോ, മുഹമ്മദിനെയാണോ? അപ്പോൾ ആരെയാണ് നിങ്ങൾ സുഹൃത്തായി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കാരണവും നിങ്ങൾ എഴുതട്ടോ. ആരെയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എഴുതിയിട്ട് അതിൻ്റെ കാരണം നിങ്ങൾ എഴുതുക. പിന്നെ അടുത്തത് നുക്കമ്മിലു ഷംസൽ മുഫ്രദാത്ത്, പദസൂര്യൻ നമ്മൾ പൂർത്തീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉസ്റത്തുൻ എന്നാണ് അതിൻ്റെ ഹെഡിങ്. അപ്പോൾ ഉസ്റത്ത് എന്ന് പറഞ്ഞാൽ കുടുംബം. ഒരു കുടുംബത്തിൽ ആരൊക്കെയാണ് ഈ പദസൂര്യൻ വരിക? വല്യമ്മ, വല്ലിപ്പ, ഉപ്പ, ഉമ്മ, സഹോദരൻ, സഹോദരി, അതുപോലെ തന്നെ അമ്മാവൻ, അതുപോലെ തന്നെ അമ്മായി, എളാമ, എളാപ്പ. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ അറബി പദങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ജദ്ദ്, ജദ്ദത്ത്, ജദ്ദ് പറഞ്ഞാൽ വല്യമ്മ, ജദ്ദത്ത് പറഞ്ഞാൽ വല്ലിപ്പ, അല്ല ജദ്ദ് പറഞ്ഞാൽ വല്ലിപ്പ, ജദ്ദത്ത് പറഞ്ഞാൽ വല്യമ്മ. വല്യമ്മ പറഞ്ഞാലല്ലോ ഉമ്മയുടെ ഉമ്മ എന്നൊക്കെ അർത്ഥത്തിന് പറ്റും, ഉപ്പയുടെ ഉമ്മക്ക് പറ്റും. ഏതായാലും ഉമ്മമാരുടെ വല്യമ്മ. പിന്നെ അതുപോലെ തന്നെ ഉപ്പക്ക് അബ്, ഉമ്മക്ക് ഉമ്മ. പിന്നെ അതുപോലെ തന്നെ അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ, ഉഖ്ത് പറഞ്ഞാൽ സഹോദരി. പിന്നെ അടുത്ത അമ്മ, അമ്മത്ത്, ഖാല്, ഖാലത്ത്, ഒക്കെ അറിയില്ലേ? അമ്മത്ത്, അമ്മ, അതുപോലെ തന്നെ ഖാലത്ത്, ഖാല്, അതൊക്കെ അറിയില്ലോ അല്ലേ? അത്. അപ്പോൾ അതൊക്കെയാണ് എന്ത്, അമ്മായി, അമ്മാവൻ, അതുപോലെ എളാമ, എളാപ്പ എന്നർത്ഥത്തിന് കേട്ടോ. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. അമ്മ, അമ്മത്ത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ അമ്മ, അമ്മത്ത്, അതെങ്ങനെയാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടത്? അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ അയിനാണ് മീമാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരന്മാർക്കാണ് അമ്മ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയാം എളാമ, എളാപ്പ എന്നർത്ഥത്തിന്. എളാപ്പ, മൂത്താപ്പക്കാണ് അമ്മ ഉപയോഗിക്കുക. അമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരിമാർ. നമ്മുടെ നാട്ടിലതിന് അമ്മായി എന്നൊക്കെയാണ് പറയാറുള്ളത് കേട്ടോ. നിങ്ങളുടെ നാട്ടിലെന്താ അറിയില്ല. ഏതായാലും അമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരിമാർ, ഉപ്പയുടെ സഹോദരിമാർ, അങ്ങനെ തന്നെ മനസ്സിലാക്കാം കേട്ടോ. അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരന്മാർ, അമ്മത്ത് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരിമാർ. പിന്നെ ഖാല്, ഓക്കെ, ഖാലത്ത്. അതിൽ ഖാല് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരന്മാർ. അപ്പോൾ നമ്മൾ അമ്മാവന്മാർ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതാണ് ഖാല്. അമ്മാവൻ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരന്മാർ കേട്ടോ, ഉമ്മയുടെ സഹോദരന്മാർ. പിന്നെ അടുത്ത് ഖാലത്താണ്. ഖാലത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരിമാർ. ഓക്കെ, ഖാലത്ത് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരിമാർ. അപ്പോൾ അമ്മ നമ്മൾ ആലിച്ചാൽ എന്താ ഉപ്പയുമായി ബന്ധപ്പെട്ടത്, ഖാല് എന്ന് ആലിച്ചാൽ ഉമ്മയുമായി ബന്ധപ്പെട്ടത്. ഖാല് എന്ന് പറഞ്ഞാൽ ഖാല് ഉമ്മയുടെ സഹോദരന്മാർ, ഖാലത്ത് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരിമാർ. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കാം കേട്ടോ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ. പിന്നെ അതിൽ ചെയ്യാനുള്ള അടുത്ത വർക്ക് നതാറഫ് ആയിലത്ത് ജുനൈദ്, ഞാൻ ജുനൈദിൻ്റെ കുടുംബത്തെ പറ്റി മനസ്സിലാക്കുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ തതക്കവ്വനു ആയിലത്ത് ജുനൈദ്, ജുനൈദിൻ്റെ കുടുംബം ഉൾക്കൊള്ളുന്നു ബിസബഅത്തി ആളാ, എത്ര അംഗങ്ങളാണ്? 7 അംഗങ്ങളെ ഉൾക്കൊള്ളിക്കുന്നു. തതക്കവ്വന ഉൾക്കൊള്ളുന്നു, ബിസബഅത്തി ആളാ 7 അംഗങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളുന്നു. അതൊക്കെയാണ് ജദ്ദത്ത് പറഞ്ഞാൽ വല്യമ്മ, വല്യപ്പല്ല തോന്നുന്നുണ്ട്. ഉമ്മ, അബു ഉപ്പ, അതുപോലെ തന്നെ ഉഖ്താൻ എന്ന് പറഞ്ഞാൽ എന്താ, ഉഖ്ത് എന്ന് പറഞ്ഞാൽ സഹോദരി, ഉഖ്താനി എന്ന് പറഞ്ഞാൽ 2 സഹോദരിമാർ. പിന്നെ അതുപോലെ തന്നെ അഹ് എന്ന് പറഞ്ഞാൽ ഒരു സഹോദരനുണ്ട്. അതുപോലെ തന്നെ പിന്നെ ജുനൈദും. അപ്പോൾ 7 ആളുകളാണ് ജുനൈദിൻ്റെ കുടുംബം. ഉമ്മുഹു, ജുനൈദിൻ്റെ ഉമ്മ എന്താണ്? റബ്ബത്തുൽ ബൈത്ത് പറഞ്ഞാൽ എന്താ? റബ്ബത്ത് പറഞ്ഞാൽ കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നൊക്കെ അല്ല, റബ്ബി പരിപാലിക്കുക, ബൈത്ത് പറഞ്ഞ വീട്. അപ്പോൾ ഹൗസ് വൈഫ് എന്ന് പറയുന്നുണ്ടല്ലോ, വീട്ടുജോലിക്കാരിയാണ്. വീട്ടുജോലിക്കാരൻ പെരിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ എന്ന അർത്ഥത്തിന് കേട്ടോ. ഉമ്മുഹു റബ്ബത്തുൽ ബൈത്തി, വീട്ടിലെ
കാര്യങ്ങൾ നോക്കുന്ന ഹൗസ് വൈഫാണ് ആര്? ഉമ്മ. പിന്നെ അബൂഹു ആരുടെ? ജുനൈദിൻ്റെ ഉപ്പയോ? യഅ്മലു ഫിൽ ഖലീജ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. യഅ്മലു അവൻ ജോലി ചെയ്യുന്നു. ആര്? ഉപ്പ. ആരെ? ജുനൈദിൻ്റെ ഉപ്പ. ഫിൽ ഖലീജ് ഖലീജാണ് ഗൾഫ്. പ്രവാസത്തിനാണ് ഖലീജ് എന്ന് പറയാം, വിദേശത്ത് എന്ന അർത്ഥത്തിലേക്ക്. സായിക്കൻ എന്താണ് ജോലി? സായിക്കല്ലി ആയില അവിടുത്തെ ഒരു കുടുംബത്തിനിക്ക്, അറബിയിലെ ഒരു കുടുംബത്തിനിക്കുള്ള സായിക്ക്. സായിക്ക് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ. അപ്പോൾ അവിടുത്തെ ഒരു കുടുംബ ഡ്രൈവറായിട്ടാണ്, ഹൗസ് ഡ്രൈവറായിട്ടാണ് ആര്? ഗൾഫിൽ ജുനൈദിൻ്റെ ഉപ്പ ജോലി ചെയ്യുന്നത്. ഉഖ്തുഹുൽ കബീറ ഉഖ്തുഹു നമ്മുടെ ജുനൈദിൻ്റെ സഹോദരി, അൽ കബീറ വലിയ സഹോദരി, മുതസവ്വിജത്തുൻ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് അർത്ഥം, വിവാഹം കഴിഞ്ഞ സ്ത്രീയാണ്. ഉഖ്തുഹു സഗീറ ചെറിയ സഹോദരിയോ? ചെറിയ സഹോദരി ഉഖ്തുഹു അവൻ്റെ സഹോദരി, ആ സഗീറ ചെറിയ സഹോദരി, തദ്റുസു ഫി മദ്രസത്തിൽ ഖിലാന. ഹലാന എന്ന് പറഞ്ഞാൽ നൈസറി. മദ്രസത്തുൽ ഹലാന എന്ന് പറഞ്ഞാൽ നൈസറിക്കാണ്ട് പറയാം. അപ്പോൾ നൈസറിയിൽ പഠിക്കുന്നു ചെറിയ സഹോദരി. അഹു അവൻ്റെ സഹോദരനോ? ഫിസാനി അഷറ 12ാം ക്ലാസ് അഥവാ +2ലാണ് പഠിക്കുന്നത്. വലഹു മൻസിലുൻ സ്വഗീറുൻ അവനിക്കൊണ്ട്, ജുനൈദിനിക്കൊണ്ട്, മൻസിലുൻ സ്വഗീറുൻ ചെറിയൊരു വീടുണ്ട്, ജമീലുൻ നല്ല ഭംഗിയുള്ള, ആയിലത്തുഹു സഈദ അവൻ്റെ കുടുംബം നല്ല വിജയിച്ച കുടുംബമാണ്, നല്ല സന്തോഷത്തിൻ്റെ കുടുംബമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ ജുനൈദിൻ്റെ കുടുംബത്തെ പറ്റി. നമ്മൾ ചെയ്യേണ്ടത് നഅരിഫു ആയിലതന അലാ നമതി ഹാദൽ ബയാനി ഷഫവിയ്യൻ ഫി സൊഫി തുമ്മ നക്തുബ ഫി ദഫ്തർ എന്നാണ് പറഞ്ഞത്. ചെയ്യാനുള്ള വർക്ക് ഇതിൽ പറയുന്നത് നിങ്ങൾ ആദ്യം പറയുക എന്നിട്ട് എഴുതുക എന്നാണ്. അപ്പോൾ നമുക്ക് ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ബുക്കിൽ എഴുതുക. ഓക്കെ, ഇതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്ര ആളുകളാണുള്ളത്, ഞാനും എൻ്റെ ഉമ്മയും മാത്രമാണ്, അങ്ങനെ എന്താ നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ എഴുതുക. അതിപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവില്ല, ഇതിലിങ്ങനെ മാറ്റം വരുത്തേണ്ട ആവശ്യമുള്ളൂ. ഉമ്മക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ അതുപോലെ തന്നെ സഹോദരന്മാരോ അവരൊക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പിന്നെ വല്യമ്മ വല്യപ്പുണ്ടോ, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയിട്ട് ചെറുതാക്കിയിട്ടൊന്ന് എഴുതട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വളരെ സിമ്പിളാക്കി എഴുതിയാൽ മതി. ഇതുപോലെ ഒരു 3 വരെയെങ്കിലും ഉണ്ടാവണം. പിന്നെ മൻസിലും സഗീറും ചെറിയ വീടാണ്, ജമീലും ചെറിയ ഭംഗിയുള്ള വീടാണ്, അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സിമ്പിളാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇത്രയും വർക്കുകൾ ചെയ്തിട്ട് അയച്ചു തരാം. വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ജമ്മു മുഫ്രദ് എഴുതാനാണ്, അത് എഴുതണം. അതുപോലെ രണ്ടാമത്തെ ലിദ്ദുകൾ നോക്കിയിട്ട് എഴുതാനാണ്. മൂന്നാമത്തതിന് ഉത്തരങ്ങൾ എഴുതാനാണ്. നാലാമത്തത് പദസൂര്യൻ തയ്യാറാക്കാനാണ്. അഞ്ചാമത്തത് നിങ്ങളുടെ കുടുംബത്തെ പറ്റി ഒരു ചെറിയൊരു പാരഗ്രാഫ് ഇതുപോലെ എഴുതാനാണ് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.